ജോണേട്ട, കേരളത്തിൽ ബി.ജെ.പിക്കെതിരെ കോൺഗ്രസിന്റെ മിന്നലാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന മിന്നലാക്രമണമാണ്. കാരണം അതെ, സന്ദീപ് വാര്യർ കേരളത്തിലെ ബി.ജെ.പിയുടെ യുവാക്കൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള ഒരു മുഖം. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഏറ്റവും പുതിയ വാർത്ത, അദ്ദേഹം കോൺഗ്രസിലേക്ക് ചൂട് മാറ്റുകയാണ്. CPM-ലേക്ക് ചർച്ച നടത്തിയിരുന്നു എന്ന് വലിയ രീതിയിൽ തുടക്കത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ബാലനുമായി, അവിടെ CPM-ന്റെ മുതിർന്ന നേതാവ് ബാലനുമായി പലതവണ ചർച്ച നടത്തിയതായിരുന്നു തുടക്കത്തിൽ ചർച്ച ഉണ്ടായിരുന്നത്. മറിച്ച് അവിടെ നിന്ന് അതിൽ മാറ്റം വന്നിരിക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുകയാണ്. എന്താണ് തോന്നുന്നത്? നമ്മൾ പറയത്തില്ലേ, ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോവുകയാണ്. സന്ദീപ് വാര്യർ CPM-ലേക്ക് പോകും എന്നുള്ളതാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ BJP-യിൽ തന്നെ തുടരും, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനിടയ്ക്ക് CPI-യും ചർച്ച നടത്തി, CPI-യുമായും ചർച്ച നടത്തിയിരുന്നു. അതെ, CPI-യുമായും ചർച്ച നടത്തിയിരുന്നു. അതായത് സന്ദീപ് വാര്യർ കേരളത്തിൽ ആ ഒരു സ്പേസിൽ അദ്ദേഹത്തിനുണ്ട്, സ്പേസ് ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അതുകൊണ്ടാണ് CPM സന്ദീപ് വാര്യരെ വേണം എന്നുള്ള ആ വിചാരത്തോടു കൂടി അദ്ദേഹത്തെ സമീപിക്കുന്നു. CPI സമീപിക്കുന്നു. AK ബാലൻ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നു. AK ബാലൻ പറഞ്ഞത് വളരെ നല്ല നേതാവാണ് സന്ദീപ് വാര്യർ. പക്ഷെ ഒരു പ്രശ്നം അവിടെ വന്നത്, സന്ദീപ് വാര്യരെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും ആക്രമിച്ചിട്ടുള്ളതും CPM-നെയാണ്. സന്ദീപ് വാര്യർ ഓരോ ഘട്ടത്തിലും CPM-നെ അതിനിശിതമായി വിമർശിക്കുകയും അതിനൊക്കെ കൃത്യമായ മറുപടി കൊടുക്കാൻ പറ്റാതെ CPM-നെ ചാനൽ ചർച്ചകളിൽ ഒരു കാലത്ത് CPM-നെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. അപ്പൊ ഈ ദേശാമാനിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അത്തരം ചില കാര്യങ്ങളൊക്കെ സന്ദീപ് വാര്യർ വിമർശിക്കുകയും അതിന് കൃത്യമായ മറുപടി ആ സമയത്ത് കൊടുക്കാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ഒരാളിനെ എങ്ങനെയാണ് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വീണ്ടും വിചാരം അവർക്കിടയിൽ തന്നെ ഉണ്ടായി. എന്ന് വിചാരിച്ച് സന്ദീപ് വാര്യർ വരുന്നതിൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, സ്വീകരിക്കാം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ അപ്പോഴും ഏറ്റവും അധികം വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് CPM-നെതിരെ ആയതുകൊണ്ട് സന്ദീപ് വാര്യർക്കും ആ ഒരു പിന്നോട്ട് ഉള്ള ചുവടുവെപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് CPM-ലേക്ക് പോകുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോട്ടറിയാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വളരെ രഹസ്യമായി സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു നീക്കം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ, VD സതീശന്റെ നേതൃത്വത്തിൽ അവര് രഹസ്യമായി ചർച്ച നടത്തി. സരിൻ, അവരുടെ പ്രധാനപ്പെട്ട യുവ നേതാവ് സരിൻ CPM-ലേക്ക് പോകുമ്പോൾ BJP-യിൽ നിന്ന് ഒരാളെ തൂക്കിയിരിക്കുകയാണ്. BJP-യിൽ നിന്ന് ഒരാളെന്ന് പറയുമ്പോൾ സംസ്ഥാന ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു നേതാവ് വേറെ ഇല്ല. അങ്ങനെ ഫാൻ ബേസ് ഉള്ള ഒരാളെയാണ് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്നത്. സന്ദീപ് വാര്യര് നമുക്കറിയാം, BJP-യുടെ ചാനൽ മുഖം എന്നുള്ളത് മാത്രമല്ല, BJP-യിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാരിൽ ഒരാൾ കൂടെയാണ്. ഈ എല്ലാവർക്കും, നേതാക്കന്മാർക്കെല്ലാം അത്തരം ആരാധക വൃന്ദം ഉണ്ടാകണമെന്നില്ല. എത്രയോ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവർക്കെല്ലാം അവരെ ഫോളോ ചെയ്യുന്ന അത്രയധികം ആളുകൾ, ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള, എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർക്ക് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ളത് ചെറുപ്പക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിലൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ CPM-നെ അത്രയേറെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ആ സന്ദീപ് വാര്യർ CPM-ലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു അതൊക്കെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് CPM-ലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. ആ ചമ്മലൊക്കെ ഒരു 2 ദിവസമേ ഉള്ളൂ, പിന്നെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ കോൺഗ്രസിന്റെ എന്തായാലും നീക്കം എന്ന് പറയുന്നത് അപ്രതീക്ഷിതം തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ഇലക്ഷൻ നടക്കാൻ ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സന്ദീപ് വാര്യരെ പോലെ BJP-ക്ക് ഏറ്റ വലിയ തിരിച്ചടിയും കൂടിയാണ്. സന്ദീപ് വാര്യരെ പോലെ പാലക്കാട് BJP-യും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന ഇടത്തിലാണ് BJP-യുടെ പ്രധാനപ്പെട്ട നേതാവ് സ്വന്തം ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും കോൺഗ്രസിന് വലിയ മേൽക്കൈ പാലക്കാട് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സന്ദീപ് വാര്യരെ പോലെ ഒരു നേതാവ് കോൺഗ്രസിലേക്ക്. പിന്നെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാം, അങ്ങനെ വരുമ്പോൾ BJP-യുടെ വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഒന്നും, അതായത് സന്ദീപ് വാര്യർ ഈ സരിനെതിരെ ആദ്യം ഉണ്ടാക്കിയ ഒരു വികാരം എന്താ, സരിൻ കോൺഗ്രസിനെ പക്ഷേ ഇനി ദിവസങ്ങളില്ല, വെറും 4 ദിവസമേ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയും പക്ഷെ ഈ BJP-യുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും നമ്മളെ ചതിച്ചിട്ട് പോയ ആളാണ്, കോൺഗ്രസിലേക്ക് പോയ ആളാണ് സന്ദീപ് വാര്യർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി എങ്ങനെയും ജയിക്കണം, അങ്ങനെ ഉണ്ടാവില്ല, എങ്ങനെയും നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചേ പറ്റൂ. അപ്പൊ അത് കോൺഗ്രസിനെതിരെയുള്ള ഒരു തിരിച്ചടി എന്നുള്ളതല്ല. സന്ദീപ് വാര്യർ അങ്ങനെ പറയുമ്പോൾ ഈ നിഷ്പക്ഷരായ ഒരു വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവരല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്.
അവരെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കില്ലേ? കാരണം അതാ കെ സുരേന്ദ്രൻ എന്ന നേതാവിനും അദ്ദേഹത്തോടൊപ്പം കൂടെ നിൽക്കുന്നവരും അവരുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ സഹിക്കാൻ കഴിയാതെ ഒരു നേതാവ് BJP വിടുകയാണ്. അതിനാൽ തന്നെ ഇനി കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന ചിന്ത ചില നിഷ്പക്ഷ വോട്ടർമാർക്ക് ഇടയിൽ ഉണ്ടാകില്ലേ? ഈ ഒരു കാര്യമുള്ളത്, ഈ മിക്കവാറും തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ടർമാര് വളരെ നേരത്തെ തന്നെ തീരുമാനം അങ്ങ് എടുത്തു വയ്ക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഈ സ്വാധീനമൊക്കെ അവസാന നിമിഷമാണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില മാറ്റങ്ങളും മറിച്ചിലുകളൊക്കെ ഉണ്ടായി. പലപ്പോഴും നമുക്കറിയാമല്ലോ, ചില സർവേകളിലൊക്കെ ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് നടത്തുന്ന ആ സർവേ വോട്ടെണ്ണിക്കഴിഞ്ഞും കൃത്യമായിരിക്കും. കാരണം ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിട്ട് വോട്ടർ, സാധാരണഗതിയിൽ ഒരു വോട്ടർ അയാളങ്ങ് തീരുമാനിക്കുകയാണ് ഇന്ന ആൾക്ക് വോട്ട് ചെയ്താൽ മതി. പിന്നെ ആ തീരുമാനം ഒരു 90% മാറാറില്ല. പിന്നെ ഒരു അവസാന ഘട്ടത്തിലൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെയും യുവാക്കളോ അല്ലെങ്കിൽ നിഷ്പക്ഷരെന്ന് പറയുന്നവർക്കൊക്കെ അവരൊരു തീരുമാനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് ബാധിക്കും എന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഒരു നമുക്ക് ഇതുവരെ വന്ന സർവേകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നുള്ളതാണല്ലോ അവിടുന്ന് വരുന്ന ഒരു റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ട്, പാലക്കാട് എന്നുള്ള റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വികാരം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആ ഘട്ടമൊക്കെ കഴിഞ്ഞുപോയി, ശ്രീജിത്ത് പറഞ്ഞതുപോലെ. പിന്നെ ഉണ്ടാകാനുള്ള സാധ്യത BJP-യിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള BJP തന്നെ ഇപ്പം ചിന്തിക്കുകയാണ്, പലപ്പോഴും അങ്ങനെയുള്ള പാർട്ടിക്കാർ വോട്ട് ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ പാർട്ടിയിൽ BJP-ക്ക് കിട്ടേണ്ട മുഴുവൻ വോട്ടുകളും സമാഹരിക്കുന്ന ഒരു രീതിയിലേക്ക് BJP പോകും. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് സന്ദീപ് വാര്യറിന്റെയും കൂടെ വിജയമാണ്. സ്വന്തം പാർട്ടിയെ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് കാര്യങ്ങളുണ്ട് നിഷ്പക്ഷ വോട്ടർമാർ ചിന്തിക്കുമ്പോൾ. ഒന്ന്, സന്ദീപ് വാര്യർ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിയെ ചതിച്ചു എന്നുള്ള ചിന്ത. നോക്കൂ, നമുക്ക് സന്ദീപ് വാര്യർ ഇടുന്ന ഓരോ പോസ്റ്റിനും അദ്ദേഹത്തിനെതിരെ താഴെ നെഗറ്റീവ് കമന്റുകൾ ധാരാളം വീഴുന്നുണ്ട്. അതായത് ആളുകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് തുടക്കത്തിൽ അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം പറയുന്ന പല കാരണങ്ങളും, പാർട്ടി വിട്ടുപോകാൻ അദ്ദേഹം പറയുന്ന പല കാരണങ്ങളും യഥാർത്ഥത്തിൽ ചെറിയ വിഷയങ്ങളാണ്. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആളുകൾ പാർട്ടി നിൽക്കുന്നില്ലേ? പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കത്തിന് ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ കോൺഗ്രസിലാണ് പ്രശ്നമില്ല, ഈ മുന്നിലിരിക്കുന്നവരെക്കാൾ കസേര സ്റ്റേജിൽ ഇടേണ്ട ആവശ്യമുണ്ടല്ലോ. അതെ അതെ അതെ, കോൺഗ്രസിൽ പിന്നെ കസേര ഒരാൾ എഴുന്നേറ്റാലും അടുത്ത ആൾ ഇരിക്കുന്ന സംവിധാനം അതറിയത്തില്ല. പ്രസംഗിക്കാൻ എഴുന്നേറ്റ അടുത്ത ആൾ കയറി എഴുന്നേക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ആൾ എഴുന്നേക്കുമ്പോ പ്രസംഗിക്കാൻ പോകുമ്പോൾ അടുത്ത ആൾ കയറിയിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ സംവിധാനം. ഇവിടെ അപ്പൊ സന്ദീപ് വാര്യർ ചതിച്ചു, BJP ചതിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ട്. രണ്ടാമത് വേറെ ചെറിയ ന്യൂനപക്ഷം ചിന്തിക്കുന്ന ഒന്ന്, സന്ദീപ് വാര്യർ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ പറയേണ്ടത്? ഇപ്പൊ പറയുമ്പോഴാണ് ഇതിന് ശ്രദ്ധ കിട്ടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുമ്പോഴാണ് ഇതിന് ശ്രദ്ധ കിട്ടുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് സന്ദീപ് വാര്യർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആരെങ്കിലും അത് ശ്രദ്ധിക്കും? എനിക്ക് കസേര കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ വന്നില്ല, എന്നെ പാർട്ടിയിൽ അവഗണനയാണ്, ഞാനായിരുന്നു സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം CPM ആണ് ഇതിൽ പെട്ടത്. സന്ദീപ് വാര്യറിനെ കുറിച്ച് ആദ്യം പുകഴ്ത്തി പറഞ്ഞത് സഖാവ് ബാലനായിരുന്നു, മുതിർന്ന നേതാവ്. ഇനി എന്തായാലും കോൺഗ്രസിന് അത് ഗുണം ചെയ്യും. കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കും എന്ന്, സന്ദീപ് വാര്യർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഈ രഥോത്സവം കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ രഥോത്സവം കഴിഞ്ഞു. ഇന്നിപ്പോ നമ്മളിത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 11 മണിക്ക് പത്രസമ്മേളനം നടക്കുന്നുണ്ട്. ആ പത്രസമ്മേളനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതാക്കളും ആ വേദിയിൽ സന്ദീപ് വാര്യർ വരും. വലിയ പ്രഖ്യാപനം ഉണ്ടാകും. സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ മുഖമായി മാറും. അത് സന്ദീപ് വാര്യർക്കും അതായിരിക്കും ഇഷ്ടം. കാരണം ഇത്രയും നാള് CPM-നെ തെറി പറഞ്ഞു നടന്നിട്ട് നാളെ അവരെ ചെന്ന് കെട്ടിപ്പിടിക്കണം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ കുറിച്ച് പറയണം, മാർക്സിനെ കുറിച്ച്, ഏംഗൽസിനെ കുറിച്ച് പറയണം, പിണറായി വിജയനെ കുറിച്ച് പറയണം, EP ജയരാജനെ കുറിച്ച് പുകഴ്ത്തി പറയണം. അല്ല, ഇപ്പോൾ കേരള ഉത്തരേന്ത്യ മോഡലായില്ലേ? BJP കോൺഗ്രസിലേക്ക് പോവുക, കോൺഗ്രസ് BJP-യിലേക്ക് വരിക, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണോ കേരളം? ഇനിയിപ്പോ അതിനൊന്നും തടസ്സം ഉണ്ടാകത്തില്ല. CPM-ന്റെ കാലം കഴിയാറായി. CPM നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഇതിന് സമാനമായ രീതിയാണ്. അങ്ങോട്ട് പത്മജ പോയപ്പോൾ ഇങ്ങോട്ട് സന്ദീപ് വാര്യർ വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഈ സന്ദീപ് വാര്യരുടെ വരവ് എത്രത്തോളം കോൺഗ്രസിന് ഗുണകരമാകും എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന്
കാണേണ്ടി രാഷ്ട്രീയ എന്തെങ്കിലും ചുമതലകൾ, പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുക്കുമല്ലോ. ആ ഒരു ചർച്ചയും കൂടെ നടത്തിയിട്ടാണല്ലോ അദ്ദേഹം വരിക. അതല്ല വെറും ഒരു മെമ്പറായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചുമതല എന്തായാലും പാർട്ടി കൊടുക്കും. അപ്പോൾ കോൺഗ്രസിന്റെ ഖദറിട്ട സന്ദീപ് വാര്യരെ ഇനി നമുക്ക് കാണാം.